കൊള്ളാല്ലേ അളിയ നമ്മുടെ പുതിയ സ്കൂള്. ഓ കൊള്ളാം. പക്ഷെ ഇവിടെ റാപ്പിംഗ് വല്ലതും കാണോ എന്തോ? റാപ്പിംഗാ? ഓ എടാ മരമണ്ട, റാപ്പിംഗ് അല്ല, റാഗിങ്. ഓ ആ കോപ്പ് തന്നെ. കാണോ എന്തോ? അതൊക്കെ എന്തായാലും കാണും. ഞാൻ എന്തായാലും പാട്ടൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഏത് പാട്ടാളിയാ? പച്ചത്തീയാണ് നീ, തെച്ചിപ്പൂവാണ് ഞാൻ, തമ്മിൽ കണ്ട നേരത്ത് ഒന്നായി പോയി വേഗത്തിൽ. നിന്നെ വിളിക്കണ്, നീ പോയിട്ട് വാ. ഹായ് ചേട്ടാ, റാഗിങ് അല്ലേ? ഞാൻ പാട്ട് പാടാം. പാട്ടാ? അതൊക്കെ പണ്ട്. ഞാനൊരു റീല് പ്ലേ ചെയ്യും കറക്റ്റ് ടൈമില്. ഫസ്റ്റ് അറ്റംപ്റ്റില് പോസ് ചെയ്യണം, ഇല്ലെങ്കിൽ നീ ക്ലാസ്സിൽ കയറൂല. ഫോണോട് ഈ റീല ഇപ്പൊ ശരിയാക്കി തരാം. കിട്ടിപ്പോയി. ഇതില് ഞാൻ പ്രോ ആണ് ചേട്ടാ, പ്രോ. സീനിയേഴ്സിനെ കളിയാക്കുന്നോടാ. അയ്യോ എന്നാൽ അവന്മാരെന്തിനാടാ നിന്നെ അടിച്ചേ? നീ പാട്ടൊക്കെ പഠിച്ചല്ലേ? പാട്ടൊക്കെ പഠിച്ച്, പക്ഷെ ആ തെണ്ടികള് റീല് പോസ് ചെയ്യാനായിരുന്നടാ പറഞ്ഞേ. പോസ് ചെയ്തപ്പോ കറക്റ്റ് ആയിട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ടാണ് ഇടി കിട്ടിയേ. ഓ ഷിറ്റ്. എനിക്ക് റിവഞ്ച് എടുക്കണാലിയാ, റിവഞ്ച്. എന്നെ ഇടിച്ച പോലെ അവന്മാർക്കിട്ടും കിട്ടണം. കിട്ടും. ഇപ്പൊ കിട്ടിയതിന്റെ 2 ഇരട്ടി തിരിച്ചു കിട്ടും. എനിക്കൊന്നും വയ്യ. ഡാ കൊച്ചർക്ക, നിനക്കുള്ളത് വന്നളിയാ, പോയി വാങ്ങിയിട്ട് വാ. നീ പറഞ്ഞത് ശരിയാടാ, റിവഞ്ച് എടുക്കണം. നമ്മൾ ആദ്യം അതിന് ലോക്കൽ സപ്പോർട്ട് ഉണ്ടാക്കണം. ലോക്കൽ സപ്പോർട്ടാ? ഓ ലോക്കൽ സപ്പോർട്ട്. ഈ ഏരിയയിൽ ഏതെങ്കിലും ഒരു ഗുണ്ടയായിട്ട് കമ്പനി ആയിട്ട് അങ്ങേരെ വിട്ടിടിപ്പിക്കണം. ഗുഡ് ഐഡിയ. ചുരുക്കി പറഞ്ഞ ഓസിനൊരു കൊട്ടേഷൻ കൊടുക്കണം അല്ലേ? ഏറെക്കുറെ. അങ്ങനെയാണെങ്കിൽ അതിന് പറ്റിയ ഒരാളുണ്ട്. ആര്? തങ്കണ്ണൻ. തങ്കണ്ണനാ? അതാര്? അങ്ങനെ പറ്റി അറിയണമെങ്കിൽ നമ്മൾ ആദ്യം ആ കിളവന്റെ അടുത്ത് പോണം. നമ്മുടെ പഴയ കുരുമ്പ് കിളവന്റെ അടുത്ത്. അപ്പൂപ്പ, തങ്കണ്ണനെ കാണാൻ പറ്റോ? കണ്ണിന് വല്ലതും പറ്റിയോന്നോ? ഇല്ല മക്കളെ, എന്റെ ചെവിക്ക് മാത്രമേ കുഴപ്പമുള്ളൂ, കണ്ണിന് കുഴപ്പമൊന്നും ഇല്ല. അപ്പൂപ്പ അതല്ല, മറ്റേ തങ്കണ്ണ ഇല്ലേ, അണ്ണനെ കാണാൻ പറ്റോന്നാണ് ചോദിച്ചേ. ഓ പറ്റും മക്കളെ, പക്ഷെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഇങ്ങേരടുത്ത് ചോദിക്കണേക്കാളും വല്ല ബാറിലും പോയി തപ്പണതായിരിക്കും നല്ലത്. ബാറില്ല, നിനക്ക് തങ്കണ്ണനെ പറ്റി അറിയാത്തോണ്ടാണ്. തങ്കണ്ണൻ നോ ആൽക്കഹോൾ, നോ സ്മോക്കിംഗ്. പിന്നെ അപ്പൊ ഈ ഗുണ്ടയെ നമ്മൾ വല്ല ബേക്കറിയിലും പോയി തപ്പേണ്ടി വരുവോടെ? അതിന്റെ ഒന്നും ആവശ്യം വരൂല മക്കളെ. അതെന്ത്? തങ്കനെത്തി. എടാ മോനെ, ഡോർ തുറക്കുമ്പോ ഡോറിന്റെ മൂട്ടി വന്നിക്കണ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? മാസ് തന്നെ. വന്നപ്പോ തന്നെ അവനെ ചവിട്ടി കൂട്ടി. ഇതുപോലെ നമ്മുടെ സീനിയേഴ്സിനെയും ചവിട്ടി കൂട്ടണം. നമ്മൾ പൊളിക്കുവാളിയാ. അപ്പൂപ്പ, ഇതേതാ ഈ പിള്ളേരൊക്കെ? പല്ലൊക്കെ തേച്ച് മക്കളെ, ഇനി വല്ലതും കഴിക്കണം. ഓ ജമ്പാനെ. ഓ അണ്ണാ, ശ്രദ്ധിക്കാൻ പറ. ഓക്കെ അണ്ണാ. ഡോ കളവാ, ഈ പിള്ളേർ ഏതാണെന്നാണ് ചോദിച്ചേ. ഇവര് നമ്മളെ പിള്ളേര് തന്നെയാ മക്കളെ. ആണോ? എന്നാ ഇനി മുതല് ജമ്പാനെ, ഇവർ നമ്മളെയും പിള്ളേര്. അപ്പൊ ശരി എന്നാ മോനെ, നാളെ കാണാം. എനിക്ക് പോയിട്ട് കുറച്ച് പരിപാടിയുണ്ട്. അത് തന്നെ, അങ്ങനെ വീട്ടിൽ പോയിട്ട് ചുമ്മാ ഇരിക്കുള്ളതാണ്. ശരിയെന്നാ. ഇന്ന് കമ്പനിയായിട്ട് പോവാന്ന് വിചാരിച്ചായിരുന്നു. എന്തായാലും ഇവര് പോയിട്ട് നമുക്ക് കുഴിമന്തി കഴിക്കാൻ പോവാം. വിശക്കണം. മോനെ, എന്താണ്
ഒരു രഹസ്യം. അതൊന്നുമില്ല അണ്ണാ. അത് മോനെ തങ്ക പിള്ളേർക്ക് വിശക്കണമെന്ന് പറഞ്ഞയാ. വിശക്കണോ? നിങ്ങൾ പിള്ളേര് വിഷം നിൽക്കാൻ പാടില്ല. ബാ 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 വന്ന് വണ്ടി കയറി കയറി നമുക്ക് കഴിക്കാൻ പോവാം. അളിയാ സെറ്റ് കമ്പനി ആവാൻ പറ്റിയ അവസരം. ഇനി അവിടെ പോയിട്ട് നമുക്ക് കാര്യം പറയാം. ടൈമായില്ല, ടൈമായിട്ട് പറയാം. എടാ മോനെ, നിങ്ങൾക്ക് വേണ്ടത് എന്തെന്ന് വെച്ചാ പറഞ്ഞു. നിങ്ങളുടെ സ്വന്തം കടയായിട്ട് തന്നെ കണ്ടോ. എന്നാ പിന്നെ അണ്ണാ ഒരു 4 ബക്കറ്റ് ചിക്കൻ. ഈ കിഴങ്ങ എല്ലാം നശിപ്പിക്കുമെന്ന് തോന്നണു. ആ കൂടിപ്പോയാ 4. എന്നാ പിന്നെ ഒരു 8 എടുക്കങ്ങോട്ട്. ജമ്പാനെ പിള്ളേർക്കുള്ള ബക്കറ്റ് ചിക്കൻ സെറ്റ് ആക്കി. ജമ്പൻ ചേട്ടാ, ഈ തങ്കൻ ചേട്ടാ എങ്ങനെയാ ഇത്ര സെറ്റപ്പ് ആയത്? പറഞ്ഞു കൊടി ജമ്പാനെ. അന്നം പണ്ട് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ബന്ധുവിന്റെ ബേക്കറിയിൽ ജ്യൂസ് അടിക്കാൻ കയറി. ദിവസവും അണ്ണന്റെ സ്വന്തം കടയായിട്ട് കണ്ട് അവിടെ ഇരുന്ന കൂൾ ഡ്രിങ്ക്സും ജ്യൂസും ഒക്കെ കുടിച്ചു ചേർത്ത്. ഇത് കണ്ട് കലി കയറി അണ്ണന്റെ ബന്ധു അണ്ണന് ചവിട്ടി പുറത്താക്കിയ കൂട്ടത്തിൽ അണ്ണ അവിടെ നിന്ന് പൈസ അടിച്ചു മാറ്റി. എന്നിട്ട് അണ്ണൻ വളർന്ന് വലുതായപ്പോ ആ പൈസ കൊണ്ട് ബിസിനസ് തുടങ്ങി. പൊളി ജമ്പേട്ടാ. എന്നിട്ടെന്ത് അണ്ണൻ അവിടെ നിന്ന് വെച്ചടി കയറ്റായിരുന്നു. ആ ബിസിനസ് ക്ലച്ച് പിടിച്ച് അങ്ങനെ അണ്ണൻ ഈ കാണുന്ന നിലയിലെത്തി. ഐ അത്രേ ഉള്ളൂ. എന്തടാ നിനക്ക് കഥ ഇഷ്ടപ്പെട്ടില്ലേ? അതല്ല ചേട്ടാ, ഫുൾ കഥ ഇങ്ങനെയാണ്. നിനക്ക് മാസാണോ വേണ്ടേ? ഒരു ദിവസം അണ്ണന്റെ ബിസിനസ് കളിക്കാൻ അണ്ണന്റെ ബന്ധുവായ ചേട്ടൻ വീണ്ടും എത്തി. ഗുണ്ടാസ് അണ്ണൻ ചാടി അഴിച്ച് അടിച്ചാ? ഇല്ല, ചോദിച്ച്. എന്തോന്ന്? എടാ മോനെ, എല്ലാവർക്കും ഓരോ കുഴിമന്തി എടുക്കട്ടെ. ഇത് കേട്ട ഗുണ്ടകള് എന്നാ പിന്നെ ഒരു കുഴിമന്തി കഴിച്ചിട്ടാവാൻ ബാക്കിയെന്ന് പറഞ്ഞ് കഴിക്കായിരുന്നു. അയ്യേ. പക്ഷെ നമ്മുടെ അണ്ണൻ ബ്രില്യന്റ് അല്ലേ. അണ്ണൻ ആ കുഴിമന്തിയിൽ വിഷം ചേർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അണ്ണൻ ആ ഗുണ്ടകളെ എല്ലാത്തിനെയും കൊന്ന്. കുഴിമന്തിയില് വിഷം ചേർത്താ? ഓ, അണ്ണൻ പണ്ടേ പൊളിയല്ലേ. എടാ മോനെ, എന്തോന്ന് വായും പൊളിച്ച് നോക്കിക്കൊണ്ടിരിക്കണേ, നിങ്ങൾ കഴിക്ക്. എന്നിട്ട് അണ്ണൻ ചാടി ഡെസ്കിന്റെ മേളിൽ കയറി നിന്ന് ഒരു വിളിയുണ്ടായിരുന്നു. ഇടയൊന്ന് വേഗം ഇറങ്ങ്. ഇതൊന്ന് കഴിഞ്ഞാലല്ലേ ഇറങ്ങാൻ പറ്റും. അങ്ങേരെ കോപ്പിലെ ബക്കറ്റ് ചിക്കനും അതിന്റെ ഇടയിൽ കൂടെ മനുഷ്യനെ പേടിപ്പിക്കുക ഒരു കുഴിമന്തി കറി. പണ്ടാരവന്. അതൊക്കെ പോട്ടെന്ന് വെക്കാം. 4 ബക്കറ്റ് ചിക്കൻ ചോദിച്ച് എനിക്ക് തന്നിട്ടും അതെല്ലാം കൂടെ എന്നെ കൊണ്ട് തീറ്റിക്കുകയും ചെയ്തു. അതാണ് സഹിക്കാൻ പറ്റാത്ത. ഇത് കഥ പറഞ്ഞോണ്ടിരിക്കാതെ വേഗം ഇറങ്ങു കോപ്പേ. അളിയ, ഇനി തങ്ക അവന്റെ അടുത്ത് പോണോ? അങ്ങനെ ഒരു സൈക്കോ ആണെന്ന് തോന്നുന്നു. എടാ മലരെ, നീയല്ലേ തങ്കൻ ചേട്ടന്റെ മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞേ. നിനക്ക് അറിഞ്ഞൂടായിരുന്നോ തങ്കണ്ണനെ പറ്റി? അത് പിന്നെ അളിയ, ആ കുരുപ്പ് കളവൻ പറഞ്ഞതൊന്നും അല്ലാതെ വേറൊന്നും അറിഞ്ഞൂടെ എനിക്ക്. ആ എന്ത് തേങ്ങയായാലും നമ്മുടെ ആവശ്യം നടന്നാൽ പോരെ. ഇനി ആ കുട്ടിക്കും പട്ടിക്കും ഒക്കെ എനിക്ക് കിട്ടിയാടി തിരിച്ചു കൊടുക്കാതെ ഞാൻ ക്ലാസ്സിൽ കയറൂല. നീ ആ കുട്ടിയെ പട്ടിയെ പേടിച്ച് ഡൈനോസറിന്റെ വായിലാണ് തല കൊണ്ടുവയ്ക്കാൻ പോണേ. സൂക്ഷിച്ചോ. ഓ, സൂപ്പർ അണ്ണ, സൂപ്പർ അണ്ണ. ജമ്മൻ ചേട്ടാ, തങ്കണ്ണ ഇത്രയും സെറ്റപ്പ് ഒക്കെ ആയിട്ടും ടൂൾസ് ഒന്നുമില്ലേ? ടൂൾസ് ഇല്ലെന്നോ? ജമ്പാൻ, പിള്ളേർക്ക് ടൂൾസ് കാണിച്ചു കൊടുക്ക്. ടൂൾസ്. അയ്യേ, ഈ ടൂൾസ് അല്ല, നിങ്ങൾ ഗുണ്ടകളൊക്കെ അഡിക്റ്റീവ് ഉപയോഗിക്കുന്ന ടൂൾസ് ഇല്ലേ, അത്. ഓ അതായിരുന്ന ജമ്പാനെ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? ശ്രദ്ധിച്ചോളാം അണ്ണ. അണ്ണ ആദ്യം ആ ടൂള് കാണിക്ക്. ഇതെന്തോന്ന് ടൂള്? അണ്ണൻ അന്ന് ആ ഗുണ്ടകളെ കൊല്ലാൻ ഉപയോഗിച്ച അതേ ടൂള്, കുഴിമന്തിയിൽ ചേർത്ത അതേ വിഷം. ഇതാണ് അണ്ണന്റെ ടൂള്. എടാ മോനെ, നിങ്ങൾക്ക് ആരുടെയും ദേശം ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി, ഈ എണ്ണ സെറ്റാക്കി തരും. എന്ത് നോക്കണേ, മിണ്ടാണ്ടിരുന്നോ? അണ്ണ ടൈമായി, പോ. എവിടെ ഫൈറ്റ് ഉണ്ടാ? ഫൈറ്റ് ഇല്ല, കുളിയുണ്ട്. കുളിയാ? എടാ മോനെ, നമ്മുടെ ജമ്പാൻ മാസത്തിൽ ഒറുക്കെയാണ് കുളിക്കണേ. നീ ബാ, അണ്ണൻ കാണിച്ചു തരാം.
ഇതെന്തോന്ന് കാറില് സ്വിമ്മിംഗ് പൂളാ? എങ്ങനുണ്ട്? വരട്ടിയല്ലേ? വരട്ടി അല്ല അണ്ണ, വെറൈറ്റി. വെറൈറ്റി അല്ലേ? കൊള്ളാം, നൈസ് സെറ്റപ്പ്. പക്ഷെ MVD കണ്ടാ പൊക്കും. അങ്ങനെ ഒന്നും അണ്ണനാരും പൊക്കൂല. ഇങ്ങനെ ഇരിക്കണ നോക്കണ്ട, 19 കിലോ ഉണ്ട്. അപ്പൊ ശരിയെന്നാ മോനെ, നാളെ കാണാം. നിങ്ങൾ വിട്ടോ? ഡേയ്, നീ എന്തിനാ അവിടെ വെച്ച് മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞേ? അണ്ണൻ ചോദിച്ചാണ് ആരോടേലും ദേഷ്യം ഉണ്ടെങ്കിൽ പറയാൻ. അതായിരുന്നു കറക്റ്റ് ടൈം. അവന്മാരെ കാര്യം പറഞ്ഞാ മതിയായിരുന്നു. ചുമ്മാ ഇതേടെ, ഇങ്ങേരടുത്തൊന്ന് എങ്ങനെയെങ്കിലും സ്കൂട്ടാവണം. നമ്മൾ പറഞ്ഞിട്ട് അവസാനം അങ്ങേര് ആ കുട്ടിക്കും ഗാങ്ങിനും വിഷമെല്ലാം കൊടുത്ത് കൊന്ന നമ്മളെ തലയിലാവൂ ലാസ്റ്റ്. നമുക്കിനി അങ്ങേരടുത്ത് പോണ്ട, അതാണ് നല്ലത്. അണ്ണാ വരണ കുളിക്കാൻ? ഇല്ല ജമ്പാൻ, ഒറ്റയ്ക്ക് കുളിച്ചോ? ഓക്കെ അണ്ണാ. ജമ്പാനെ, വയറ്റിലേതാ ഈ വെട്ടുകൊണ്ട പാട്? പറയുമ്പോൾ ഇതേത് പാട്? പണ്ട് ഞാൻ അണ്ണന്റെ അടുത്ത് നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കിയപ്പോ അണ്ണൻ വായിൽ വിഷം ഒഴിച്ചു തന്നിട്ട് എന്റെ കിഡ്നി അടിച്ചു പോയില്ലേ? അപ്പൊ ഓപ്പറേഷൻ ചെയ്തതിന്റെ പാടാണ്. ഞാൻ മറന്നുപോയി. എന്നാ പിന്നെ നീ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. നമുക്ക് തങ്കാണ്ണന്റെ അടുത്ത് ഓടി രക്ഷപ്പെടാം. നമ്മളിപ്പോ തങ്കാണ്ണന്റെ അടുത്തുനിന്ന് മാറിയിട്ട് 5 ദിവസമായല്ലേ? 5 ദിവസമായ? എന്റെ അമ്മോ, സമയം പോണത് പോലെ അറിയണില്ല. അത് തന്നെ. ഇപ്പൊ എന്തൊരു സമാധാനം. അങ്ങേരടുത്ത് നിക്കുമ്പോ എപ്പോഴും ഉള്ളില് പേടിയും കൊണ്ട് നടന്ന് ഫുള്ള് നെഗറ്റീവ്. അളിയാ, അങ്ങേര് നമ്മളെ അന്വേഷിക്ക വല്ലതും ചെയ്യോ? അങ്ങേരെന്തിക്ക് നമ്മളെ അന്വേഷിക്കണേ? നമ്മളതിന് അങ്ങേര് പൈസ ഒന്നും കടം വാങ്ങിയിട്ടില്ലല്ലോ. ജമ്മാനെ, ആ ഡാൻസ് മക്കളെ ഇന്ന് തന്നെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാണ്ട, ഇന്ന് അവന്മാര് വീട്ടിലോട്ട് പോണുണ്ട്. വീട്ടിലോട്ടാ? ജമ്മാനെ, അത് വേണ്ട, അമ്മ പേടിക്കും. എന്നാ അണ്ണാ, നമുക്ക് അവന്മാര് സ്കൂളിൽ പോയി തപ്പാം. ഗുഡ് ഐഡിയ. എന്നാ ബാ, ഒരു ബർഗർ തിന്നിട്ട് പോവാ. അളിയോ ഡിക്രു, നമ്മൾ സ്കൂളിൽ പോയിട്ട് ഇപ്പൊ കൊറേ ദിവസം ആയില്ലേ? വല്ല സീനാവോ? എന്ത് സീന്? ഒരു സീനും ഇല്ല. അതിന് സ്കൂളിൽ നിന്ന് വീട്ടിൽ വിളിച്ചാലല്ലേ സീനുള്ളൂ. എന്റെ പൊന്നു ടീച്ചറെ, രാവിലെ പഠിക്കാനാണെന്ന് പറഞ്ഞ് ബാഗ് എടുത്തോണ്ട് ഇവിടെ പോകുന്നുണ്ട്. ഏത് അടുപ്പിലേക്കാണോ എന്ന് പോണേ? അവ ഇന്ന് വീട്ടിൽ വന്ന് ശരിയാക്കി കൊടുക്കാൻ ഞാൻ. ഡേയ്, അഥവാ വീട്ടിൽ വിളിച്ച എന്ത് ചെയ്യും? എന്റെ വീട്ടിൽ നിന്ന് നിന്റെ അച്ഛൻ പോവോ സ്കൂളില്? എന്റെ അച്ഛനാ? അച്ഛൻ സ്കൂളിന്റെ പടി പോലും ചവിട്ടൂല. പിന്നെയാണ് ടീച്ചറെ, ഇക്രു എവിടെയെന്ന് ചോദിച്ചോണ്ട് ആരോ പുറത്ത് നിക്കണ്. അതാര്? എനിക്കറിയില്ല. വെള്ളയൊക്കെ ഇട്ട് നിപ്പുണ്ട്. ഇക്രുവിന്റെ അച്ഛനാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് പിന്നെ അകത്തി കയറ്റി. ഇങ്ങോട്ട് വിളിക്കട്ടെ? വിളിച്ചോ. നിങ്ങൾക്ക് എന്താ വേണ്ടേ? ടീച്ചറെ, ഡിക്രു ക്ലാസ്സിൽ വരാറുണ്ടോ? എന്റെ വീട്ടിലാ? ടീച്ചറെ, നിങ്ങൾ എന്റെ വീട്ടിൽ വിളിച്ചിട്ട് എന്ത് കാര്യം? ഡിക്രുവിന്റെ വീട്ടിലല്ലേ വിളിക്കണ്ടേ? ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? അച്ഛനാ? ടീച്ചറെ, ഞാൻ കാണുമ്പോ ചെറുപ്പാണെന്ന് വെച്ചാൽ കല്യാണം കഴിച്ചിട്ടില്ല. അല്ല, ടീച്ചർ മാരീഡ് ആണോ? ജമ്മാനെ, അവ സ്കൂളിൽ ഇതുവരെ വന്നിട്ടില്ല എന്ന്. അത് പിന്നെ അണ്ണാ, ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ശരിയാണ് അളിയ. വീട്ടില് പോട്ട് നാളെ തൊട്ട് സ്കൂളിലും പോയി പഠിച്ചു തുടങ്ങാം. ശരിയാളിയാ. അപ്പൊ പിന്നെ ഞാൻ വീട്ടിൽ പോണ്. നാളെ കാണാം. അമ്മ, അമ്മ കഴിക്കാൻ വല്ലതുണ്ടാ? അമ്മ, ഞാൻ ഇപ്പൊ സ്കൂളിൽ പോയിട്ട് വരണയാ. തേഞ്ഞ് ഇതേത് മാരണം? തങ്കാണ്ണനാ? അയ്യോ അമ്മ, ഞാൻ പാസ്റ്ററല്ല, ഞാൻ തങ്കൻ. അത് പിന്നെ അമ്മ, അമ്മയുടെ ഈ പുണ്ണാറ മോൻ എന്റെ സ്വന്തം കടയിൽ നിന്ന് 6234 രൂപക്ക് ചിക്കനും ബർഗറും ഒക്കെ കുത്തി കേട്ടിട്ടുണ്ട്. അതിന്റെ പൈസ ഭാഗം വന്നയാ. അപ്പൊ പൈസയാ? അത് പിന്നെ ഫ്രീ ആയിട്ട് തന്നെയല്ലേ? സ്വന്തം കടയായിട്ട് കണ്ട് കഴിക്കാൻ പറഞ്ഞല്ലേ? ഈ അവസരം മുതലാക്കണാളിയാ. ഇതിന്റെ ഫുഡ് എന്നും കഴിക്കാം. നമ്മൾ
പൊളിക്കും. ശരിയെന്നാ അമ്മ, ഇവന്റെ പൈസ ആയിട്ട് കടയിൽ പറഞ്ഞു വിട്ടേക്ക്. ഓ, ഇവൻ മുങ്ങിയപ്പോ ഞാൻ പേടിച്ച് പോയി. അങ്ങനെ ആ പൈസ കൊടുക്കാൻ വേണ്ടി അമ്മയുടെ അടുത്ത് പൈസ ചോദിച്ചപ്പോ സ്കൂളിൽ പോവാതെ കറങ്ങി നടന്ന കളിപ്പില് അമ്മ പൈസ തന്നു. പിന്നെ അവസാനം തങ്കണ്ണന്റെ കടയിൽ തന്നെ 10 ദിവസം പണിയെടുത്ത് ആ കട അങ്ങ് വീട്ടി. അങ്ങനെയുള്ള കൂട്ടും വെട്ടി. അങ്ങനെ വീണ്ടും നമ്മൾ സ്കൂളിൽ പോയി തുടങ്ങി. അളിയാ, ഇന്ന് നമ്മൾ സ്കൂളിൽ വന്നപ്പോ എന്തടാ എല്ലാവരും നമ്മളടുത്തൊരു ബഹുമാനം. അത് തന്നെ ഞാൻ ശ്രദ്ധിച്ച്. ആകെ ഒരു മാറ്റം. അണ്ണാ, ഒരു പ്രശ്നമുണ്ട്. എന്തോന്ന് പ്രശ്നം? ഇവന്റെ ലിക്രുവിനെയും അവന്റെ ഫ്രണ്ടിനെയും ഏതോ കുട്ടിയും പട്ടിയെന്നും പറയുന്ന 2 ചെറുക്കന്മാര് പിടിച്ച് അടിച്ചെന്നു. ജമ്പാണേ, എന്നാ പിന്നെ ആ പ്രശ്നം അങ്ങ് തീർത്തേക്ക്. ഈ കൊട്ടേഷന്റെ ഒരു 2000 രൂപ കൂടെ അവന്റെ വാങ്ങാം.